24 ബിഗ് ബ്രേക്കിംഗ്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടെന്ന DGPയുടെ കണ്ടെത്തലിലാണ് നടപടിയെടുക്കുക. അന്വേഷണം സംബന്ധിച്ച DGPയുടെ പുതിയ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24 ലഭിച്ചു. വിവരങ്ങളുമായി അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ ഒടുവിൽ പല റിപ്പോർട്ടുകൾ വന്നു. ആ റിപ്പോർട്ടുകൾക്ക് അവസാനം വിശദാംശം തേടുന്നു. ഈ വിശദമായ റിപ്പോർട്ടിൽ ADGPക്കെതിരെ കൂടുതൽ പരാമർശങ്ങളുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് ഒരു നടപടിക്ക് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്നീട് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിൽ ഒരു നടപടിയെടുക്കാനാകുമെന്നാണോ സർക്കാർ അല്ലെങ്കിൽ CPM ഒക്കെ കരുതുന്നത്? ഗൂഗിൾ തീർച്ചയായും തൃശൂർ പൂരം അലങ്കോലപ്പെടുന്ന സാഹചര്യം, അതുപോലെ തന്നെ RSS നേതാക്കളെ ADGP കണ്ട സാഹചര്യം, മറ്റൊന്ന് ഈ PB അൻവർ MLA ഉന്നയിച്ച ആരോപണം, ഈ മൂന്ന് വിഷയങ്ങളിലാണ് ADGP MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം നടത്തിയത്. ഇതിൽ തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട്, ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന് ഗുരുതരമായി വീഴ്ച സംഭവിച്ചുവെന്ന കണ്ടെത്തലാണ് DGP മുന്നോട്ട് വെക്കുന്നത്. ഈ പൂരം ഉണ്ടാകുന്ന സമയത്ത് അവിടെ 2 തവണ സന്ദർശിച്ച വ്യക്തിയാണ് MR അജിത് കുമാർ. പക്ഷേ ഈ പൂരം പ്പെട്ടതിന് പിന്നാലെ ഈ തൃശ്ശൂരിൽ നിന്നും MR അജിത് കുമാർ ഒരു സ്വകാര്യ സന്ദർശനത്തിനായി പോവുകയായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് സംശയങ്ങൾക്ക് ഇടം നൽകുന്നുവെന്ന് പറയുന്ന റിപ്പോർട്ടിൽ മറ്റൊരു ഗുരുതരമായ പരാമർശം കൂടിയുണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടായിട്ട് പോലും അത് പരിഹരിക്കാനുള്ള പ്രശ്നം അല്ലെങ്കിൽ ശ്രമം MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇത് ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ കൃത്യവിലോപമാണ് എന്നതാണ് ഈ DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ തൽസ്ഥാനത്ത് നിന്ന്, അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയേക്കാം, അല്ലെങ്കിൽ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഷനിലേക്ക് പോകേണ്ടി വരും. ഈ 2 സാഹചര്യവും ഉണ്ടാകും എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ലഭിക്കുന്ന മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മറ്റൊന്ന് PB അൻവർ MLA ഉന്നയിച്ച കാര്യമാണ്. ഇക്കാര്യത്തിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന വിജിലൻസ് നടത്തും എന്നതാണ് DGP റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല, പക്ഷേ RSS നേതാക്കളെ കാണാൻ പോയ സമയവും സാഹചര്യവും, അത് ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തിക്കൊണ്ട് പോയ സാഹചര്യവും, ഇത് വിശദമായ പരിശോധന വേണമെന്നുള്ളതാണ് ഇന്റലിജൻസ് തന്നെ മുന്നോട്ട് വെച്ച കാര്യം. എന്തായാലും വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏത് സമയവും DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക. CPIക്ക് നേരത്തെ ഉന്നയിച്ച ആരോപണം, CPI മുന്നോട്ട് വെച്ച ആവശ്യം, ഇതെല്ലാം കൂടി പരിഗണിച്ചായിരിക്കും തീരുമാനമുണ്ടാവുക എന്ന കാര്യത്തിലും സംശയമില്ല. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ADGPക്ക് എതിരായ നടപടി വൈകുന്നതിൽ മുന്നണിക്ക് അകത്തുനിന്ന് അടക്കം CPMനും മുഖ്യമന്ത്രിക്കും വലിയ വിമർശനം നേരിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ DGPയുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടത്. ഏതായാലും നടപടിയിലേക്ക് തന്നെ DGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്.